റോഷിബാലിന്റെ വിവരങ്ങളുമായി. റോഷിബാൽ, ഇപ്പോൾ ആലപ്പുഴയിലെ CPM നേതാവ് നിലവിൽ DYFI സംസ്ഥാന കമ്മിറ്റി അംഗം BJPയിൽ ചേർന്നു എന്നുള്ളതാണ് അതിലെ രാഷ്ട്രീയ പ്രാധാന്യം. സമ്മേളന കാലയളവിൽ CPMനെ സംബന്ധിച്ച് തിരിച്ചടികൾ പല തരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ വലിയ വിഭാഗീയത, അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. പരസ്യമായ ചേരിപ്പോര് പുറത്തേക്ക് വന്നതാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ചേരിപ്പോരിൻ്റെ പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ BJPയിലേക്ക് നേതാവ് പോയതിൻ്റെ വാർത്ത, അതോടൊപ്പം തന്നെ G. സുധാകരനെ ഒഴിവാക്കിക്കൊണ്ട് സമ്മേളനം നടത്തുന്നു എന്നുള്ള വാർത്തയടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ ബിപിൻ സി ബാബുവിൻ്റെ അമ്മയും CPM ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു അല്ലേ? സ്മൃതി, CPM നേതാവ് കൂടിയായിരുന്ന ബിപിൻ സി ബാബുവിന്റെ അമ്മ പ്രസന്നകുമാരി നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. മാത്രവുമല്ല ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബിപിൻ സി ബാബുവിന്റെ കുടുംബം തന്നെ ദീർഘകാലമായി CPMമായി വളരെ അടുത്ത് ബന്ധമുള്ള, അല്ലെങ്കിൽ CPM കുടുംബമാണ്, പാർട്ടി കുടുംബമാണ് ബിപിൻ സി ബാബുവിൻ്റെത്. ആലപ്പുഴയിൽ ബിപിൻ സി ബാബുവിനെ ഈ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ ആലപ്പുഴയിൽ സജീവമായിരുന്ന യുവ നേതാവ് കൂടിയാണ് ബിപിൻ സി ബാബു എന്നാണ് അവിടെ CPM നേതാക്കൾ തന്നെ വിശദീകരിച്ചത്. ഇനി വീട്ടിൽ ഇപ്പോൾ ബിപിൻ സി ബാബുവിന്റെ അമ്മ പ്രസന്നകുമാരി ഇപ്പോഴും പാർട്ടി അംഗമാണ്, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ്. അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമല്ല. ബിപിൻ സി ബാബു മാത്രമാണ് ഇന്ന് സംഘടനാ പർവ്വ വേദിയിലേക്ക് എത്തിച്ചേർന്നത്. ഇനിയും കൂടുതൽ ആളുകൾ ബിപിൻ സി ബാബു വേദിയിൽ ഇപ്പോഴും സംഘടനാ പർവ്വത്തിൽ പങ്കെടുക്കുന്നു. ബിപിൻ സി ബാബുവിന്റെ പ്രതികരണവും നമ്മൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. കൂടുതൽ നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകരെ ബിപിൻ സി ബാബു BJPയിലേക്ക് എത്തിക്കുമോ എന്നതാണ് ബിപിൻ സി ബാബുവിൽ നിന്ന് നമുക്ക് BJPയെ സംബന്ധിച്ച് നേട്ടമാണ് റോഷിബാൽ. പക്ഷേ എന്തുകൊണ്ട് ബിപിൻ സി ബാബു പാർട്ടി വിട്ടു എന്നൊരു ചോദ്യമുണ്ടല്ലോ. 32ാമത്തെ വയസ്സിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയതാണ്. അപ്പോൾ വളരെ ചെറുപ്പത്തിലെ തന്നെ പ്രധാനപ്പെട്ട ചുമതലകൾ പാർട്ടി ബിപിൻ സി ബാബുവിന് നൽകിയിരുന്നു. വിഭാഗീയതയിൽ ഏതു പക്ഷത്താണ് ഇദ്ദേഹം ഉള്ളത്, എന്താണ് അദ്ദേഹത്തിന്റെ പുറത്തുപോക്കിന് യഥാർത്ഥ കാരണമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അപ്പുറത്ത് BJPയിൽ നിന്നും എന്താണ് ഓഫർ? സ്മൃതി, ബിപിൻ സി ബാബുവും കുറച്ചു കാലമായി പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് അവിടെ ആലപ്പുഴയിൽ നമുക്കറിയാം, സംസ്ഥാനത്ത് CPMൽ ഏറ്റവും വിഭാഗീയത രൂക്ഷമായ ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ. അവിടെ വിഭാഗീയതയുടെ ഭാഗമായി തന്നെ നേരത്തെ ബിപിൻ സി ബാബുവിനെതിരെ സംഘടനാ തലത്തിൽ നടപടി ഉണ്ടായിരുന്നു. പിന്നീട് ആ നടപടി പിൻവലിച്ചു. ഏരിയ കമ്മിറ്റി അംഗമായി ബിപിൻ സി ബാബു തിരിച്ചെത്തി. പക്ഷേ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ബിപിൻ സി ബാബു. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, കഴിഞ്ഞ ഏതാണ്ട് ഓഗസ്റ്റ് സമയം വരെ ബിപിൻ സി ബാബുവിന്റെ സാമൂഹ്യ മാധ്യമ പേജുകളിലൊക്കെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഒക്കെ പങ്കുവെക്കുന്നുമുണ്ട്. അടുത്ത കാലം വരെ സജീവമായിരുന്നെങ്കിൽ പോലും നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാണ്. അത് ഈ നേരത്തെ എടുത്ത നടപടിയുടെ തുടർച്ചയായിട്ടായിരുന്നു നേതൃത്വവുമായി ബിപിൻ സി ബാബു ഇടഞ്ഞു നിന്നത് എന്ന വിവരമാണ് നമുക്ക് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ ബിപിൻ സി ബാബുവിന്റെ തന്നെ ഒരു വിശദീകരണം നമുക്ക് ആവശ്യമാണ്. മാത്രവുമല്ല, പാർട്ടി നേതൃത്വം ബിപിൻ സി ബാബു കൂടുമാറിയ ഈ സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ ഒരു പ്രതികരണവും അനിവാര്യമാണ്. അല്പസമയത്തിനകം നമുക്ക് ബിപിൻ സി ബാബുവിന്റെ പ്രതികരണം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ കൂടുമാറാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്രയും കാലമായി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ ശക്തനായി വന്ന ഒരു നേതാവ്, യുവ നേതാവ് എന്തുകൊണ്ടാണ് CPM ആശയങ്ങൾ ഉപേക്ഷിക്കാൻ കാരണമായത് എന്നതിൽ ഒരു വിശദീകരണമാണ് ബിപിൻ സി ബാബുവിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. അതും ഏരിയ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായി ഏരിയ സമ്മേളനത്തിലേക്ക് കടന്ന് ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് ബിപിൻ സി ബാബു യുവ നേതാവ്, CPMന്റെ ആലപ്പുഴയിലെ യുവ നേതാവ് BJP പാളയത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ മുന്നേറ്റം NDAക്ക് ഉണ്ടായ ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടെ കൂടുതൽ ശക്തമാക്കാൻ, പാർട്ടി സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ BJP നേതൃത്വം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ BJP പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് തുടങ്ങിയത്. അങ്ങനെയുള്ള ആ ഒരു നീക്കത്തിന്റെ തുടക്കമായിട്ടാണ് ബിപിൻ സി ബാബുവിന്റെ ഈ കൂടുമാറ്റത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക. ഏതായാലും എന്ത് കാരണത്താലാണ് ബിപിൻ സി ബാബു CPM ബന്ധം ഉപേക്ഷിച്ചതെന്ന് ബിപിൻ സി ബാബു അല്പസമയത്തിനകം പ്രതികരിക്കും. അതിനപ്പുറത്തേക്ക് ഈ ഒരു തിരിച്ചടിയിൽ CPM എങ്ങനെയാണ് ഈ കൂടുമാറ്റത്തെ കാണുന്നത് എന്ന് പ്രധാനപ്പെട്ടതാണ്. ഏതായാലും നേരത്തെ നടപടിക്ക് വിധേയമായെങ്കിലും പിന്നീട് തിരിച്ച് പാർട്ടിയിലേക്ക് എത്തി, പാർട്ടിയുടെ പദവിയിലേക്ക് എത്തിയ ബിപിൻ സി ബാബു നേതൃത്വവുമായി പിണങ്ങി നിൽക്കുകയായിരുന്നു എന്ന വിലയിരുത്തലുമുണ്ട്. അങ്ങനെയുള്ള ഒരു വിലയിരുത്തലാണ് നേതൃത്വത്തിന് ഉള്ളതും. ഏതായാലും
ഈ സമ്മേളന കാലയളവിലെ ഈ കൂറുമാറ്റമാണ് അത് BJP വലിയ നേട്ടമായി കാണുന്നുമുണ്ട്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ നല്ല രീതിയിൽ വേരോട്ടമുണ്ടാക്കാൻ ഉള്ള ശ്രമം നടക്കുമ്പോൾ ഈ ബിപിൻ സി ബാബു എന്ന CPM നേതാവിന്റെ കടന്നുവരവ് അതിന് ഊർജ്ജം പകരുമെന്നാണ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. ഏതായാലും ഇനി കൂടുതൽ നേതാക്കളെ ബിപിൻ സി ബാബു വഴി BJPയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന അതിനുള്ള ഒരു ശ്രമമാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സംഘടനാ പർവ്വം തുടരുന്ന സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രസംഗം ഇവിടെ തുടരുകയാണ്. അതിന് പിന്നാലെ തന്നെ നമുക്ക് ബിപിൻ സി ബാബുവിനെ പ്രതികരണം എടുക്കാൻ കഴിയുമെന്നാണ് സ്മൃതി പ്രതീക്ഷിക്കുന്നത്.